ജിന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ചേരുന്നു ഷിരൂരിൽ നിന്ന്. ജിതിൻ, 6ാം ദിവസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അവിടെ കരസേനയുടെ തെരച്ചിലിനായുള്ള വരവാണ് ഇനി പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. ഇന്ന് രാവിലെയൊക്കെ എങ്ങനെയായിരുന്നു തെരച്ചിൽ? ഇപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ അടക്കം മാധ്യമ സംഘങ്ങളെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ തത്സമയ വിവരങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. ജിതിൻ കാണുന്നത് എന്താണ്? ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്, സ്പോട്ടില് വണ്ടികളെടുത്ത് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പം മണ്ണെടുത്തോണ്ടിരിക്കുന്ന കുറെ പാറക്കെട്ടുകൾ ഉണ്ട് ഇപ്പൊ കുറച്ച് നീക്കം ചെയ്യാന്. അപ്പം കുറച്ച് പോസിബിലിറ്റി കുറവാണ്. അതായത് ഈ റോഡ് ഇപ്പുറവശം റോഡ് മൊത്തത്തിൽ നമുക്ക് മണ്ണെടുക്കാനുണ്ട്. നമ്മൾ വിചാരിച്ചതിനും കുറച്ചുകൂടി നേരത്തെ കരുതിയതൊക്കെ പോലെയല്ല, കുറച്ചുകൂടി മണ്ണ് ഒരുപാട് എടുക്കാനുണ്ട് ഇവിടുന്ന്. ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂരാച്ചൻ്റെ എല്ലാം ഇവിടെ സന്നദ്ധ സംഘടനകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ സ്ഥല MLA ഉണ്ട്, മഞ്ചേശ്വരം MLA ഉണ്ട്, പിന്നെ ബാക്കി കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. പണികൾ നടക്കുന്നുണ്ട്, ഇപ്പം കാര്യക്ഷമമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും മണ്ണ് ഇനി ഒരുപാട് എടുക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം മണ്ണിനടിയിൽ ഒപ്പം തന്നെ പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ ലോറി ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയും ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ ജിതിൻ? ഇല്ല, അങ്ങനെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ 2 ദിവസം മുന്നേ നേവി ആ തെരച്ചിൽ നിർത്തി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വണ്ടിയും ആ പുഴയിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ജിതിൻ, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഈ തെരച്ചിൽ ഒട്ടും കാര്യക്ഷമമല്ലാതെ അല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തിവെക്കുകയും വീട്ടിൽ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമുക്കൊക്കെ കുറച്ച് അഗ്രസീവായി അതിൽ ഇടപെടേണ്ടി വന്നത്. അത് ഫലം കാണുന്നുണ്ടോ? ഇപ്പോൾ തെരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കുറച്ചുകൂടി അത്യാധുനിക ഉപകരണങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും എത്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതിപ്പം മിലിറ്ററി വന്നാലേ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇനി അറിയണം. ജിതിൻ, ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നമ്മളെ അറിയിച്ചത് ISROയുടെ സംഘവും എത്തുന്നുണ്ട്. അവരുടെ കയ്യിലാണ് രാജ്യത്തെ ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാ സംഘങ്ങളും എത്തിച്ചേർന്ന് പെട്ടെന്ന് തന്നെ അർജുന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ജിതിൻ, ഇപ്പോഴെന്തായാലും തെരച്ചിൽ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ മഴ പെയ്യുന്നുള്ളതായാണ് ഡോക്ടർ അരുൺ നിൽക്കുന്ന ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഈ തെരച്ചിൽ നടക്കുന്ന ഇടത്ത് മഴയുണ്ട്? മഴയുണ്ടായിരുന്നു, ഇപ്പൊ മഴയില്ല.